പ്രിയമുള്ളവരെ, ഞാൻ നാസർ കൊളായി. ഇന്നെനിക്ക് പറയാനുള്ളത്, ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകത്തെ വളരെ മോശമായി ചില ആളുകൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. വളരെ നേരത്തെ സംഘപരിവാർ മാത്രം ഏറ്റെടുത്തിരുന്ന ഒരു കള്ളപ്രചരണം, പിന്നീടത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസുമടക്കം CPM എതിർക്കുന്ന എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങിയ കള്ളപ്രചരണം വീണ്ടും കഴിഞ്ഞ 4-5 ദിവസത്തിനിടയിൽ ഇത് വാർത്തയിൽ ഇടം പിടിക്കാനുണ്ടായ കാരണം, തൃക്കാക്കര MLA ആയിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന PT തോമസ്, അദ്ദേഹത്തിൻ്റെ മരണശേഷം വീണ്ടും ഇത് വിവാദമായി. കാരണം അദ്ദേഹം നിയമസഭയിലും പുറത്തും നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങളിൽ CPMൻ്റെ രക്തസാക്ഷിയായ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന സഖാവ് UK കുഞ്ഞിരാമൻ കുത്തേറ്റ് മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം മുരുവമ്പായി നീർവേലി പള്ളികൾക്ക് കാവൽ നിന്നിരുന്ന CPMൻ്റെ സന്നദ്ധ സേനാ പ്രവർത്തകനായിരുന്നു. പക്ഷേ PT തോമസ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ മോശമായ ഒരു വാചകമാണ്. അദ്ദേഹം അങ്ങനെ രക്തസാക്ഷിയൊന്നുമല്ല. അദ്ദേഹം അളകാപുരി എന്ന് പറയുന്ന ഒരു കള്ള് ഷാപ്പിലുണ്ടായ അടിപിടിയിൽ കുത്തേറ്റ് ചത്തു എന്ന വളരെ മോശമായ പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ഒരു രക്തസാക്ഷിയെക്കുറിച്ച്, മരിച്ചുപോയ മനുഷ്യനെക്കുറിച്ച് ചത്തു എന്നൊന്നും പറയാൻ പാടില്ല. അതിനെ പിന്താങ്ങിക്കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് തെക്കൻ കേരളത്തിൽ മരിച്ചവരെ ചത്തു എന്ന് പറയുന്നതാണ്. ഞാൻ അതിൻ്റെ വാദഗതിയിലേക്കും തർക്കത്തിലേക്കും ഇപ്പം നീങ്ങുന്നില്ല. പക്ഷേ ചത്തു എന്ന പ്രയോഗം വന്നു. അതുകൊണ്ടാണ് ഈ വാർത്ത വീണ്ടും ആവർത്തിക്കപ്പെടാനുണ്ടായ കാരണം. എന്താണ് യാഥാർത്ഥ്യം? 1971 തലശ്ശേരി കലാപം ഉണ്ടായിട്ടുള്ളത്. തലശ്ശേരി കലാപം നടക്കുമ്പോൾ കേരളം ഭരിക്കുന്നത് UDF ആണ്. അത് പ്രത്യേകിച്ച് അടിവരയിട്ട് പറയേണ്ട, കാരണം കേരളത്തിൽ മാറാട് കലാപം അടക്കം എല്ലാ കലാപങ്ങളും നടന്നിട്ടുള്ളത് UDFൻ്റെ ഭരണകാലത്താണ്. അന്ന് നടന്നിട്ടുള്ള ഒരു കലശയാത്ര, അത് തലശ്ശേരി നഗരത്തിലെ നൂർജഹാൻ ഹോട്ടലിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അതിൽ മുസ്ലിങ്ങൾ അതിലേക്ക് ചെരുപ്പെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ കലാപത്തിന് തുടക്കമിടുന്നത്. യാഥാർത്ഥ്യം അതല്ലായിരുന്നുവെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ചെരുപ്പെറിഞ്ഞ ആളെ പിന്നീട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതേതായാലും ഒരു മുസ്ലിം ആയിരുന്നില്ല എന്നുള്ളത് സത്യം. ഏതായാലും ഇതിൻ്റെ പേരിൽ വലിയ കള്ളപ്രചരണങ്ങൾ നടന്നു. അവിടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, മറ്റ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കള്ളപ്രചരണം നടന്ന് നേരം വെളുത്തപ്പോഴേക്കും ഈ കലാപം തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും പൊട്ടിപ്പടരുകയാണ്. ഈ സമയത്താണ് തലശ്ശേരി അടക്കമുള്ള പ്രദേശത്തിൻ്റെ അന്നത്തെ MLA ആയിരുന്ന കൂത്തുപറമ്പ് MLA, ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വസൂരി രോഗം വന്ന് വീട്ടിൽ കിടക്കുകയാണ്. മാരകമായ രോഗം. ആ രോഗത്തെ പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാറെടുത്ത്, ഒരു ടാക്സി കാറെടുത്ത് അനൗൺസ്മെൻറ്റ് നടത്തി, നിങ്ങൾ കള്ളപ്രചരണത്തിൽ വിശ്വസിക്കരുത്, സമാധാനം പുലരണം എന്നൊക്കെ പറഞ്ഞ് വലിയ ഇടപെടൽ അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തി. ആരും വരാൻ മടിച്ചിരുന്ന, ലീഗിൻ്റെ CH അടക്കം വരാൻ മടിച്ചിരുന്ന പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ കമ്മീഷൻ, ആ കമ്മീഷൻ്റെ മുമ്പിലേക്ക് ആ കമ്മീഷനെക്കുറിച്ച് ഉള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരും പോയിട്ടില്ല. എന്നിട്ട് പോലും ആ കമ്മീഷൻ പറയുന്നു, തലശ്ശേരി കലാപം അടിച്ചമർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് CPM എന്ന പാർട്ടിയും EMSഉം പിണറായിയും അടക്കമുള്ള ആളുകൾ. EMSൻ്റെ പേര് പ്രത്യേകിച്ച് പരാമർശിക്കപ്പെടാൻ കാരണം, അന്ന് കേരളത്തിലെ CPMൻ്റെ നേതാവാണ്. തലശ്ശേരിയിലുള്ള മട്ടാമ്പറം പള്ളി പേര് തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. ആ പള്ളിയിൽ EMS കയറി പോകുന്ന ചിത്രമുണ്ട്. ആ പള്ളിയിലേക്ക് കയറുമ്പോൾ ഷൂ അയക്കാൻ ശ്രമിക്കുന്ന EMSനോട് പള്ളിയിലെ ആളുകൾ പറയുന്നുണ്ട്, MSPക്കാരും RSSും ഒക്കെ കയറി ഇറങ്ങിയ പള്ളിയാണ്, നിങ്ങൾ ചെരുപ്പ് അയക്കേണ്ട എന്നൊക്കെ പറയുന്നതൊക്കെ വസ്തുത. ഞാൻ അതിലേക്കും കിടക്കുന്നില്ല. പക്ഷേ കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞു, ആ കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെട്ട വാർത്ത, അദ്ദേഹത്തിന് കുത്തേറ്റിട്ടുള്ളത് 1971 ഡിസംബറിലാണ് കലാപം നടക്കുന്നത്. അതിൻ്റെ അവസാനത്തിൽ, അതായത് 72 ആദ്യത്തിലാണ് അദ്ദേഹത്തിന് കുത്തേൽക്കുന്നത്. ഏതാണ്ട് 2 ദിവസത്തിൻ്റെ വ്യത്യാസമുള്ള, അപ്പോഴേക്കും കൊല്ലം മാറും. അദ്ദേഹത്തിന് കുത്തേറ്റിട്ടുള്ളത് ഈ നീർവേലി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. അതിൻ്റെ അടുത്തൊരു കള്ള് ഷാപ്പുണ്ട്, അതിൻ്റെ പേര് അളകാപുരി എന്നാണ്. ആ ജംഗ്ഷൻ്റെ പേര് അളകാപുരി എന്നാണ്. അതൊക്കെ സത്യമാണ്. പക്ഷേ അദ്ദേഹം ഈ പള്ളിക്ക്, ഞാൻ പറഞ്ഞ 2 പള്ളിക്കും കാവൽ നിൽക്കുന്ന സംരക്ഷണ സേനയിലെ അംഗമായിരുന്ന അദ്ദേഹത്തെ ഈ കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്ന BJPയുടെ അന്ന് BJP ഇല്ല, ജനസംഘം, RSSൻ്റെ ആളുകൾ, അവരുടെ പേരുകൾ കൃത്യമായിട്ട് ഈ വാർത്തയിലുണ്ട്, അന്നത്തെ പത്രവാർത്തയിലുണ്ട്, ഇവിടെ കാണിക്കും. അവർ അടിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് മാപ്പിളക്ക് പിറന്നവനെന്നാണ്. മാപ്പിളക്ക് പിറക്കുന്നവനെന്ന് വിളിക്കാൻ അവർക്ക് ഉണ്ടായിട്ടുള്ള കാരണം, മാപ്പിളമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിരാമൻ പള്ളിക്ക് വേണ്ടി കാവൽ നിന്നിട്ടുള്ളത്. പക്ഷേ ഇവർ പ്രചരിപ്പിക്കുന്ന എന്താണ്? കള്ള് ഷാപ്പിൽ അടിപിടിയിലാണ്. കള്ള് ഷാപ്പിൽ മീൻ വെട്ടുന്ന പലക കൊണ്ടാണ് അടിച്ചത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ദൃക്സാക്ഷികൾ മാത്രമല്ല, PT തോമസ് ചോദിക്കുന്നുണ്ട്, ഇത് അന്നത്തെ പത്രങ്ങൾ മുഴുവൻ ഞാൻ പരിശോധിച്ചു, അതിൽ കാണുന്നില്ല.
പക്ഷേ അദ്ദേഹം എന്തു മരിച്ചുപോയി അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം എന്തേ കാണാതെ പോയി? വളരെ വ്യക്തമായി ദേശാഭിമാനി പത്രത്തിൽ UK കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടെന്നും കൊന്ന് ജനസംഘക്കാരാണെന്നും വളരെ കൃത്യമായി പറയുന്നു. അദ്ദേഹം മരിച്ചു കിടക്കുന്ന ചിത്രമുണ്ട്, അനുശോചന വാർത്തയുടെ ചിത്രമുണ്ട്. അത് പാർട്ടി പത്രമായ ദേശാഭിമാനി. പക്ഷേ അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ പിറ്റേ ദിവസം ഇറങ്ങിയ മാതൃഭൂമി പത്രമുണ്ട്, പിറ്റേ ദിവസം ഇറങ്ങിയ മലയാള മനോരമ പത്രമുണ്ട്, പിറ്റേ ദിവസം ഇറങ്ങിയ കേരള കൗമുദി പത്രമുണ്ട്. ഈ 3 പത്രത്തിലും ദേശാഭിമാനിക്ക് പുറമെ വാർത്ത വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും കലാപമുണ്ടായപ്പോൾ സമാധാനമുണ്ടാക്കാനുള്ള കമ്മിറ്റിയിലെ അംഗമായിരുന്നു കുഞ്ഞിരാമൻ. ആ കുഞ്ഞിരാമൻ നടന്നു വരുമ്പോഴാണ് ജനസംഘക്കാർ ആക്രമിച്ചത് എന്ന് പറയുന്നു. വലിയ ജനക്കൂട്ടം പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ. ഒരു മദ്രസയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അനുശോചന യോഗം ചേർന്നിട്ടുള്ളത്. ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും, മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായ മുഴുവൻ ആളുകളും അതിൽ പങ്കെടുത്തു. അന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു ബാങ്ക്, ആ ബാങ്കിൻ്റെ പേര് ഞാൻ മറന്നു, ഒരു സഹകരണ സംഘം, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു KP അബുട്ടി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ. 9 പേരായിരുന്നു ആ ബാങ്കിൻ്റെ ഡയറക്ടർമാരുണ്ടായിരുന്നത്. അതിൽ 8 പേരും കോൺഗ്രസ്സുകാർ. UK കുഞ്ഞിരാമനെ മാത്രം അതിൽ അവർ അംഗമാക്കി. അദ്ദേഹം വളരെ വിശ്വസ്തനായിരുന്നു. കള്ള് കുടിച്ചിട്ടില്ല എന്ന് കള്ള് കുടിക്കില്ല എന്ന് 100% ഉറപ്പ് അവർ പറയുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടിയാജി എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്കൂൾ കമ്മിറ്റിയുടെ മാനേജറായിരുന്നു. ഇങ്ങനെ നിരവധി ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതൊന്നും വേണ്ട, ഇത് എതിർക്കുന്നവരോട് ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാരണം? 71 മുതൽ 2021 50 വർഷമായിട്ടേ ഉള്ളൂ. അന്നൊരു 20 വയസ്സുള്ള ആളെ സങ്കല്പിക്കുക. അതായത് വ്യക്തമായ ബോധവും ചിത്രവും കലാപത്തെക്കുറിച്ച് അറിയാവുന്ന ആൾക്ക് ഇന്ന് 70 വയസ്സായിട്ടേ ഉള്ളൂ. 70 വയസ്സായ നിരവധി ആളുകൾ അവിടെ ജീവിക്കുന്നു ആ പ്രദേശത്ത്. ഈ പറയുന്ന ആളുകളെ പല തവണ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് അങ്ങോട്ട് വാ, അവിടെയുള്ള ജനങ്ങളുമായി സംസാരിക്ക്, അവർ പറയട്ടെ കൃത്യമായ ഉത്തരം. പക്ഷേ ഇതിനൊന്നും ഇവർ തയ്യാറാവുന്നില്ല. കള്ളപ്രചരണം മാത്രം നടക്കുകയാണ്. ചന്ദ്രിക പത്രമടക്കം, തേജസ് പത്രം ഉണ്ടായിരുന്ന കാലത്ത് അവരടക്കം, SDPI അടക്കം, ജമാഅത്ത് ഇസ്ലാമി അടക്കം, അവസാനം കോൺഗ്രസിൻ്റെ PT തോമസ് അടക്കം ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്തസാക്ഷിയെ പറയുകയാണ് അദ്ദേഹം കള്ളിഷാപ്പിൽ അടിപിടിയിൽ കുത്തേറ്റ് ചത്തതാണ്. ആരാ പ്രചരിപ്പിക്കുന്നത്? ജനസംഘം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യേകിച്ചും മുസ്ലിമിൻ്റെ നാമധേയത്തിൽ മുസ്ലിം പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ പ്രത്യേകിച്ചും SDPI നമുക്കറിയാം കടാകടയിൽ നിൽക്കുന്നവരാണ്. ഒന്ന് മറ്റൊന്നിന് വളമാകുന്നതാണ്. ഭൂരിപക്ഷ വർഗീയമായ RSSന് വളമാകുന്നതാണ് ന്യൂനപക്ഷ വർഗീയതയായ SDPI, ജമാഅത്ത് ഇസ്ലാമി എന്ന വർഗീയവാദികൾ. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന മുസ്ലിം ലീഗ് ഇന്ന് അവരുടെ ചരട് വലിക്ക് നടക്കുകയാണ്. എന്താണ് RSSൻ്റെ ഉദ്ദേശം? അതായത് ഹിന്ദുരാജ്യം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണ് RSSും ജനസംഘവും. അതിനുവേണ്ടിയാണ് അവർ കലാപം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഹിന്ദുരാജ്യം ഉണ്ടാക്കുമ്പോൾ അതിനെ തടുക്കുന്ന മനുഷ്യരിൽ പ്രധാനപ്പെട്ടവർ കമ്മ്യൂണിസ്റ്റുകാർ. അവരാര്? ജന്മം കൊണ്ട് ഹിന്ദു, കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ. അവരാണ് പിണറായി വിജയൻ, അവരാണ് EMS അടക്കമുള്ള ഒരുപാട് നേതാക്കളുണ്ട്. അവരുടെ പേരുകളൊക്കെ എല്ലാം കൂടി ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ് കുഞ്ഞിരാമൻ. തലശ്ശേരി കലാപത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ഏക മനുഷ്യൻ. മറ്റാരും അതിൽ കൊല്ലപ്പെട്ടില്ല. നിരവധികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, നിരവധി പള്ളികൾ കത്തിച്ചിട്ടുണ്ട്, നിരവധി കൊള്ളകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടന്നു. പക്ഷേ മരണപ്പെട്ടത് ഒറ്റ മനുഷ്യൻ. അപ്പോൾ മാപ്പിളമാരെ, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന ഹിന്ദുത്വ പാർട്ടി എതിർക്കുന്നത് ജന്മം കൊണ്ട് ഹിന്ദുവായ UK കുഞ്ഞിരാമനാണ്. സ്വാഭാവികമായി ആ ജനസംഘത്തിന് RSSന് ക്ഷീണമുണ്ടാക്കും. അപ്പോൾ അവർ പ്രചരിപ്പിച്ചു അതയാൾ കള്ളു കുടിച്ചിട്ടാണ് കൊലപാതകം നടത്തിയത്. ഇത് ഏറ്റുപിടിക്കുന്നവൻ പറയുന്ന എന്താണ്? ജനസംഘത്തിനെ ഏറ്റുപിടിക്കാൻ. അപ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുക? സ്വാഭാവികമായി ഒരു വർഗീയ കലാപമുണ്ടാകുമ്പോൾ മുസ്ലിം സഹോദരങ്ങളെ രക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ഹിന്ദുവായ, കമ്മ്യൂണിസ്റ്റുകാരനെല്ലാം പറഞ്ഞു, ഹിന്ദുവായ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം എന്താണ്? മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച കുഞ്ഞിരാമനെക്കുറിച്ച് മുസ്ലിം തീവ്രവാദി സംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയും പറയുന്നത് അയാൾ കള്ളുഷാപ്പിൽ പോയിട്ട് കള്ളുഷാപ്പിൽ നിന്ന് അടി കൊണ്ട് മരിച്ചതാണ്. അപ്പം നമ്മളെന്തിനാ ഇതിനെ വെറുതെ മെനക്കെടുന്നത്? സ്വൈര്യമായി വീട്ടിലിരുന്നൂടെ? മുസ്ലിമിനെ രക്ഷിക്കാൻ പോയാൽ നാളെ ഇവിടെ പ്രചരിപ്പിക്കുക ഇതേ മുസ്ലിങ്ങൾ പറയും ഓൻ കള്ളു കുടിച്ചിട്ട് അടിപിടി കൂടിയതാണ് എന്ന് പറയില്ലേ? ഇതാണ് ആരുടെ ഉദ്ദേശം? RSSൻ്റെയും ഉദ്ദേശം ഇത് തന്നെയാണ്. അതിന് ഓശാന പാടിക്കൊടുക്കുകയാണ് ആര്? ഈ പറയുന്ന SDPIയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും അവസാനം മരിച്ചുപോയ കോൺഗ്രസിൻ്റെ PT തോമസും.
വീണ്ടും ഒറ്റ കാര്യം കൂടി ആവർത്തിച്ച് ഞാൻ ഈ പറഞ്ഞതിന് മലയാള മനോരമ, മാതൃഭൂമി, കൗമുദി, ദേശാഭിമാനി ഇത്രയും പത്രങ്ങൾ ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ അന്ന് ഈ സംഭവത്തിനോടനുബന്ധിച്ച് പറഞ്ഞ കോൺഗ്രസ് നേതാവ് അബുട്ടി ഹാജി പറഞ്ഞത്, അതുപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞത് എല്ലാം ഇവിടെ കാണിക്കും. പിന്നെ പി ടി തോമസ് പറഞ്ഞത് നിയമസഭയുടെ രേഖയിൽ ഇങ്ങനെ ഒരു ചർച്ചയെ കണ്ടിട്ടില്ല. കൊല്ലപ്പെട്ടാൽ നിയമസഭയുടെ രേഖയിൽ കാണണ്ടേ? അദ്ദേഹം നിയമസഭയിലെ രേഖ പരിശോധിക്കണം. പച്ചക്കള്ളം പറഞ്ഞതാണ് പി ടി തോമസ്. മരിച്ചുപോയി, എന്നാലും പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിയമസഭാ രേഖ ഇവിടെ കാണിക്കും. നിയമസഭയിൽ കരുണാകരനോട് ചോദിക്കുന്നുണ്ട്. എം വി രാഘവൻ, അതുപോലെ തന്നെ CPM-ൻ്റെ നേതാക്കൾ വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്. UK കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയുണ്ടോ? കരുണാകരൻ പറഞ്ഞു എനിക്കറിവില്ല, നിങ്ങൾ അന്വേഷിക്കണം, അന്വേഷിച്ചുണ്ട് എന്നറിഞ്ഞാൽ നടപടിയെടുക്കുമോ? അതിപ്പോൾ പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിയമസഭയുടെ രേഖയിലുണ്ട്, പത്രങ്ങളിലുണ്ട്, മാധ്യമങ്ങളിലുണ്ട്. അന്ന് 20 വയസ്സായവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹിന്ദുവായ മുസ്ലിമായ നിരവധി ആളുകൾ അവിടെയുണ്ട്. ഞാൻ 2 or 3 തവണ അവിടെ പോയതാണ്. അവരുടെ മക്കൾ ഇന്ന് അവിടെ ഉണ്ട്, കുഞ്ഞിരാമൻ്റെ. അതുകൊണ്ട് ഈ കള്ളപ്രചരണം മുസ്ലിം ലീഗ് നിർത്തണം, SDPI നിർത്തണം, ജമാഅത്തെ ഇസ്ലാമി നിർത്തണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നിർത്തില്ല. കാരണം അവർ RSSൻ്റെ കൂടെ, ജനസംഘത്തിൻ്റെ കൂടെ, ഇന്നത്തെ BJPയുടെ കൂടെ CPM-നെതിരെ പാര പണിയുന്ന പണിയാണ്. പക്ഷേ ഇത് ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ, ഈ രാജ്യത്തെ മതേതര മനസ്സുകൾ തിരിച്ചറിയണം എന്ന് വളരെ വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.